ഈ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ സിനിമയോടെ സ്വാഗതം ചെയ്യാം. ഈ പ്രോഗ്രാം കൂടെ അഭിനയം ചെയ്യാൻ വേണ്ടി ഇതിന്റെ വീട്ടിൽ നടന്ന ഈ ഫ്രഷേഴ്സ് ഇത്ര മനോഹരമാക്കാൻ വേണ്ടി നടന്ന ഓരോ മച്ചന്മാർക്കും മച്ചന്മാരെ പൊളിച്ചത് 2 വർഷം മുമ്പ് എനിക്ക് ഓർമ്മയുണ്ട്. മാർച്ച് 5-ാം തീയതി ഞാൻ ഇവിടുന്ന് ജിബൂട്ടിയിൽ ഷൂട്ടിന് വേണ്ടി പോയി കഴിഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് കൊറോണയൊക്കെ സ്ട്രോങ് ആയിട്ട് വരാൻ തുടങ്ങിയത്. ഇനി നാട്ടിലോട് തിരിച്ചു വരുമെന്ന് അറിയില്ല, ജീവനോടെ തിരിച്ചെത്തുമെന്ന് അറിയില്ല, ഇന്ന് ഈ നിമിഷം വരെയുടെ ജീവനോടെ നിൽക്കുമെന്നും അറിയില്ല. അപ്പോഴാണ് ഇങ്ങനൊരു കോളേജ് ഫംഗ്ഷൻ ഇനി രണ്ടാമതൊന്നും നിൽക്കുന്നു ഒരു ഉറപ്പില്ലാത്തപ്പോഴാണ് നിങ്ങൾ എന്നെ ഇവിടെ വിളിച്ചുകൊണ്ട് നിങ്ങൾ മുന്നിൽ നിർത്തുന്നത്. മച്ചന്മാരെ താങ്ക് യു സോ മച്ച്. നേരത്തെ എൻ്റെ സിസ്റ്റർ പറഞ്ഞ പോലെ ആദ്യം എനിക്ക് ഏത് സ്റ്റേജിൽ പോകുമ്പോൾ എന്നെ പേടിയെന്നറിയും. സിനിമാ നടൻ പറഞ്ഞ് എന്നെ വിളിച്ച് കേൾക്കും. പക്ഷെ ഞാൻ ഏതെങ്കിലും സിനിമയിൽ അഭിനയിച്ചതെന്ന് അറിയാത്ത ആൾക്കാരുണ്ടെന്നുള്ളതാണ് എൻ്റെ ഫസ്റ്റ് പേടി. കാര്യം അതെന്ത് എനിക്കറിയാം. അണിയിൽ ആ മീൻ വെച്ച് അടിച്ചത് ഞാനാണ്. പിന്നെ വാരിക്കുഴിയിലെ കൊലപാതകത്തില് ആ അച്ഛനെ അഭിനയിച്ചത് ഞാനാണ്. പെങ്ങളും പറഞ്ഞ പോലെ മെല്ലെ എന്ന് പറഞ്ഞ പടത്തിന് നായകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ആരും കണ്ടിട്ടില്ല. പിന്നെ ക്രാന്തി എന്ന് പറഞ്ഞ പടത്തിന് നായകൻ അഭിനയിച്ച ആ പടം പുറത്തിറങ്ങിയില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള അവസ്ഥ കഴിഞ്ഞ് എന്റെ ജീവിതത്തിൽ ഇപ്പൊ നമ്മൾ പറയില്ലേ, ഉണ്ണാക്കാൻ കൊണ്ടുമ്പോ കറികൾ കൊണ്ട് ആറാട്ടെന്ന് പറഞ്ഞ പോലെ എന്നെ പോലത്തെ ഒരാൾക്ക് ഒരു സിനിമ നായക വേഷം ചെയ്യാന്ന് പറഞ്ഞത് ഏറ്റവും വലിയ സ്വപ്നം. അത് വാരിക്കുഴി കഴിഞ്ഞ് ദീപം എന്ന് പറയുന്ന സിനിമ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ജിബൂട്ടി എന്ന സിനിമ എന്റെ മുമ്പിൽ അവസരമായിട്ട് ചേട്ടൻ പറഞ്ഞെടുത്ത് പറയുന്നത്. അപ്പോഴാണ് ഞാനൊരു കാര്യം മനസ്സിലാക്കിയത്, കേരളത്തിൽ കുറച്ച് മണിക്കൂറുകൾ കുറച്ച് മിനിറ്റുകൾ കഴിഞ്ഞാൽ ഈ സിനിമ മൊത്തം ജിബൂട്ടി എന്ന രാജ്യത്തിലാണ് ഷൂട്ടിംഗ് നടക്കുന്നത്. ഇതിൽ അഭിനയിക്കുന്ന ഞാനും ദിലീഷേട്ടനും അങ്ങനെ കുറച്ച് മലയാളം ആക്ടേഴ്സ് മാറ്റി വെച്ചാൽ ഫോറിൻ രാജ്യങ്ങളുള്ള ആൾക്കാരും ഒരു ഇന്റർനാഷണൽ മൂവി ആയിട്ടാണ് ഇതിൽ ഷൂട്ട് ചെയ്യുന്നത്. 5 ഭാഷകളിലാണ് റിലീസ് ചെയ്യുന്നത്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ മുന്നേ മച്ചാൻ എന്റെ മനസ്സിൽ ലഡ്ഡുണ്ടായിരുന്നു ആലോചിക്കും. അതൊന്നും കൂടാതെ ഒരു കാര്യം ശരിക്കും പറഞ്ഞാൽ നീ കഥയൊക്കെ കേട്ടിട്ട് ഞാൻ 10 നോക്കുകയാണ്. അപ്പൊ അതേപോലെ വീട്ടിൽ പോയി ഒരു പെർമിഷനും കൂടി വാങ്ങിയിട്ടാണ് കഴിഞ്ഞ കല്യാണം കഴിഞ്ഞ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഒരു കിസ്സിംഗ് സീനുണ്ട്. അപ്പൊ അതുകൊണ്ട് പെർമിഷൻ വാങ്ങിച്ചിട്ട് വന്നല്ലോ എനിക്ക് ഇന്റൻസ് ചെയ്യാൻ തോന്നും. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ ഏട്ടാ, ഞാൻ വീട്ടിൽ പോയി പറയുന്നുണ്ട്, വൈകിട്ട് പറയാൻ പോയില്ല. കാര്യം അപ്പൊ തന്നെ ഇത് ചെയ്യാൻ എന്തോരം മനസ്സിൽ ആഗ്രഹിച്ചാണോ വന്നത്. അങ്ങനെ ഈ സിനിമ എല്ലാ സ്ഥലത്തും ലോക്ക്ഡൌൺ നടക്കുന്നു. ഈ പടത്തിന്റെ ഡയറക്ടറും ഈ പടത്തിലെ ഓരോ ടെക്നീഷ്യന്മാരുടെയും പ്രൊഡ്യൂസേഴ്സിന്റെയും ഒറ്റ ആത്മാർത്ഥതയും അവരുടെ എന്താ പ്രാർത്ഥന കൊണ്ട് ഞങ്ങൾ ഷൂട്ട് ചെയ്ത സ്ഥലത്ത് മാത്രം ഒരു ലോക്ക്ഡൌൺ ഇല്ലാതെ ആ രാജ്യം തുറന്നു തന്ന് ഞങ്ങൾ ഷൂട്ട് ചെയ്ത് തിരിച്ചു വന്നാണ് ഈ സിനിമയിൽ. ഞാൻ പഠിച്ചത് ഇവിടുന്ന് കുറച്ചങ്ങോട്ട് മാറി കഴിഞ്ഞാൽ രാജകീയ സ്കൂളിലാണ് 10ാം ക്ലാസ് വരെ പഠിച്ചത്. അവിടുന്ന് അപ്പോഴെല്ലാം ഈ വീട്ടിലോട്ട് പോകണമെങ്കിൽ കഴിവുണ്ട്. വീട്ടിലോട്ട് പോകണമെങ്കിൽ അവിടുന്ന് ബസ് കയറാൻ നമ്മുടെ ഈ സൗത്ത് യൂണിവേഴ്സിറ്റി ബസ് സ്റ്റാൻഡിൽ വന്ന് അവിടുന്ന് ബസ് കയറി നമ്മുടെ ഈ കുസാരിന്റെ ഫ്രണ്ടിലൂടെ പോകാം. അപ്പൊ നമ്മളുടെ ഈ സ്വപ്നത്തിലുള്ള ആഗ്രഹം എഞ്ചിനീയറിംഗ് എടുക്കണമെന്ന് ആഗ്രഹം. അപ്പൊ എഞ്ചിനീയറിംഗ് എടുക്കുന്ന സമയത്ത് കുസാരി നന്ന് മനസ്സിൽ കയറിയതാ. കാര്യം ഇപ്പോഴും നിങ്ങളുടെ യൂണിഫോം എനിക്കറിയില്ല, ഗ്രേ കളർ യൂണിഫോം ഉണ്ടോ? അന്ന് ഗ്രേ യൂണിഫോമാണ്. അപ്പൊ നമ്മള് ബസ് ചേട്ടന്മാരും ചേച്ചിമാരും ഭയങ്കര കാണുമ്പോഴുള്ള ചേച്ചിമാരും ചേട്ടന്മാരാണെങ്കിൽ സീരീസ് നമുക്ക് പൾസറിലൊക്കെ കറങ്ങുന്ന കാലം. അപ്പൊ അന്ന് ഞാൻ എന്താ പറയാ 12ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എൻട്രൻസ് എഴുതി. ഇവിടുത്തെ എൻട്രൻസ് എഴുതാൻ ഒരു വസ്തു മനസ്സിലാവുന്ന തർക്കിക്കുത്തി ആ എൻട്രൻസ് എഴുതിയിട്ട് ഏതൊരു ആൾക്കാർക്ക് അറിയില്ല. പക്ഷെ എന്റെ നായകനായിട്ട് ഈ ഇത്രയും വലിയ ഈ പാവം ചെയ്തിട്ടുണ്ട്. സാധാരണ വലിയ നടന്മാർക്കെല്ലാം ഫസ്റ്റ് ഡേ റിലീസ് ചെയ്യുമ്പോൾ തന്നെ നല്ലപോലെ ഫാൻസ് ഉള്ളതുകൊണ്ട് ഫസ്റ്റ് ഡേ ഗ്യാരണ്ടി ഉണ്ടാവും. എന്റെ മച്ചന്മാർ എനിക്ക് ഫാൻസ് ഒന്നുമില്ല.
ഒന്ന് കാണണം. കേറുന്ന ഒരു കാരണവശാലും ആ ഫാക്ടറിയിൽ പോകില്ല. അത് ഞങ്ങൾ കേറില്ലേ? ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. പണം വന്ന് കാരണം ഓരോ ആൾക്കാരോടും എന്താ പറയുക, ഈ രീതിയിൽ ഓരോ വ്യക്തികളോടും ഒരുപാട് നന്ദി കാര്യങ്ങൾ ഉൾപ്പെടുത്തി. അപ്പോൾ മച്ചവരെ ഓർഗനൈസേഴ്സ്, താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ കാലിന് ചെറിയൊരു പരിക്കായിട്ടിരിക്കും, അതുകൊണ്ടാണ് ഞാൻ എഴുന്നേറ്റിരിക്കാത്തത്. ഒരു കുറച്ച് നാൾ കൂടിയിട്ടാണ് ഒരു പരിപാടിക്ക് വേണ്ടി പുറത്തിറങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ 2 വർഷമായി തോന്നുന്നത് ഒരു പൊതുപരിപാടി പങ്കെടുത്തിട്ട്. അപ്പോൾ ആദ്യം പ്രസാദത്തേക്ക് വരാൻ പറ്റിയൊരു സന്തോഷം. ഞാനിവിടെ വന്നിട്ട് ഇതുവരെ ഒരു കൂവൽ പോലും കേട്ടിട്ടില്ല, കയ്യടി മാത്രമേ ഉള്ളൂ. ഇങ്ങനത്തെ ഓഡിയൻസിന് ഇത്ര നല്ല ഓഡിയൻസിൻ്റെ അടുത്തേക്ക് ആദ്യം തന്നെ കൊറോണ കഴിഞ്ഞിട്ട് പൊതുപരിപാടികൾ തുടങ്ങാൻ പറ്റിയ സന്തോഷം. ജിബൂട്ടി എന്ന് പറയുന്ന ഈസ്റ്റ് ആഫ്രിക്കയിലെ ഒരു സ്ഥലമാണ്, സിനിമയുടെ പേര് പോലെ. അങ്ങനെയാണ് സിനിമയിൽ അഭിനയിക്കുകയും ഈസ്റ്റ് ആഫ്രിക്കയ്ക്ക് നാമൊക്കെ ചെയ്യാൻ വേണ്ടി പോയതാണ്. കൊറോണയൊക്കെ അവിടെ 2-3 മാസം തങ്ങി. അങ്ങനെ 3-4 സീനൊക്കെ ഉള്ളെങ്കിലും ഏറ്റവും കൂടുതൽ ദിവസം ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുള്ള ഈ പടത്തിൻ്റെ ലൊക്കേഷനാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഒരുപാട് സന്തോഷം. സിനിമ വരികയാണ്, നിങ്ങൾ കാണുക, വിലയിരുത്തുക. എല്ലാവരെയും ഈ കൊറോണ കാലത്ത് ഇങ്ങനെ കാണാൻ സാധിച്ചതിൽ നന്ദി. ഇത് സംഘടിപ്പിച്ച സഭയോടും സ്റ്റുഡൻസ് യൂണിയനോടും നന്ദി അറിയിക്കുന്നു. സിനിമ കാണുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, വിജയിപ്പിക്കുക. താങ്ക് യു സോ മച്ച്. എത്രയോ നാളിന് ശേഷമാണ് ഒരു കോളേജ് ഇങ്ങനെ നിറഞ്ഞ് ഒരു ഫംഗ്ഷന് വരാൻ പറ്റുന്നതും കാണുന്നതും. ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മളുടെ ആരും തന്നെ പ്രതീക്ഷിച്ചില്ല. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ വളരെ ലക്കിയാണ്. ഇത്രയും പെട്ടെന്ന് നിങ്ങളുടെ കോളേജ് കഴിയുന്നതിന് മുമ്പ് ഓൺലൈൻ മാറി ഓഫ്ലൈനിലേക്ക് വന്നത്. പിന്നെ ഈ പടത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ജിബൂട്ടി എനിക്ക് എപ്പോഴും സ്പെഷ്യലായിട്ടുള്ള ഒരു പടമാണ്. വേറൊന്നുമല്ല, പുതിയൊരു ഡയറക്ടറിന് വേണ്ടി സിനിമയ്ക്ക് വേണ്ടി പടം ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മുമ്പേ ചെയ്തിരിക്കുന്ന പുതിയ പടങ്ങൾ ഫസ്റ്റ് ടൈം ഡയറക്ടേഴ്സ് റോഷൻ ആൻഡ്രോസ്, ഉദയനാഥ്, പിന്നെ പുതിയ മുഖം ജി പോലെ ഹൈബി, ആദ്യമായിട്ട് ഡയറക്ഷൻ ലൂസിഫർ ചെയ്തു, പൃഥ്വിരാജ്, ഇങ്ങനെയൊക്കെ ചെയ്തു വന്നപ്പോൾ ഫസ്റ്റ് ടൈം ഡയറക്ടേഴ്സിന് പടം ചെയ്യുമ്പോൾ കൂടുതൽ ഒരു പ്രഷർ ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം അവരുടെ ഒരു ലൈഫാണ് ഇതിലൂടെ ആദ്യമായിട്ട് എക്സ്പോസ് ആകുന്നത്. എന്തായാലും ജിബൂട്ടിയുടെ പാട്ടുകളെ കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നത്, ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം, എനിക്ക് ഡിഫറെൻ്റ് ആയിട്ട് പാട്ട് ചെയ്യാനുള്ള ഒരു വേദിയാണ് സിലു ഒരുക്കിയിട്ടുള്ളത്. ജിബൂട്ടി എന്നുള്ള പടം സൗത്ത് ആഫ്രിക്ക, ഈസ്റ്റ് ആഫ്രിക്കയിലാണ് കംപ്ലീറ്റ് ഷൂട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ കുറേയൊക്കെ അവിടുത്തെ മ്യൂസിക് പഠിക്കേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിൻ്റെ ഫ്ലേവറുള്ള പാട്ടുകൾ നിങ്ങൾ ആദ്യം കേട്ടു, വീണിയാണ് ശങ്കർജി പാടിയത്. ഈ പാട്ടുകളും ഇതിൽ നിന്നും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആഫ്രിക്കൻ മിക്സ് ആയിട്ടുള്ള പാട്ടുകളും എല്ലാം ഉണ്ട്. പിന്നെ ഈ പടം നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. കുറേ പടങ്ങൾക്ക് ഇറങ്ങാനുള്ളതാണ്. അതിൻ്റെ ഇടയിൽ കൂടി ഇത് ഇറങ്ങുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നിങ്ങൾ കാണണം. കാരണം ഇറ്റ്സ് വർത്ത് വാച്ച്. പിന്നെ പാടുക എന്ന് പറയുന്നത് ഞാൻ മ്യൂസിക് ഡയറക്ടറാണ്, പാടുന്ന ആളല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് എന്തെങ്കിലും തെറ്റ് പറ്റുകയാണെങ്കിൽ ഒന്ന് ക്ഷമിക്കണം. Yes,
അമിത് പറഞ്ഞ പോലെ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും എല്ലാവരും കാണുമ്പോൾ യോ സീരിയൽ അഭിനയിച്ചതല്ലേ, പിന്നെ ഈ സിനിമ ഏതാണെന്ന് ഞാൻ ആലോചിക്കുകയാണ്. ഏകദേശം 130 നേരം ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് ദൃശ്യം എന്ന സിനിമ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വഴിത്തിരിവായിരുന്നു. ശരിക്കും ഇപ്പം ഇവിടെ നിൽക്കാനുള്ള ആത്മവിശ്വാസവും ആ ഒരു ദൃശ്യം ടൂവിൻ്റെ കിട്ടിയ ഒരു കോൺഫിഡൻസ് തന്നെയാണ്. അതിൽ സെൻറ്റായിരുന്ന കഥാപാത്രത്തിന് ശേഷം ഇത്രയും വലിയ പ്രോജക്റ്റുമായി ജിബൂട്ടിയുടെ സിനിമയുടെ ഓരോ പ്രൊമോഷൻസിനെ ഇന്ന് മുതൽ അങ്ങോട്ടേക്ക് പോകുന്ന സമയത്തൊക്കെ ആ ഒരു സിഗ്നേച്ചർ മൂവിയുടെ ഒരു നിഴലിൻ്റെ കൂടെ ഉണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം എനിക്കുണ്ട്. അപ്പോൾ എല്ലാം വലിയൊരു വിജയത്തിലേക്ക് ജിബൂട്ടി സിനിമ ഉറപ്പായിട്ടും പോകും. പക്ഷെ നിങ്ങളെല്ലാവരുടെയും കൂട്ടായ സപ്പോർട്ടും പ്രാർത്ഥനകളും ഒക്കെ വേണം. ജിബൂട്ടിയിലുള്ള ഓരോ അഭിനയിച്ചവർക്കും പിന്നിൽ പ്രവർത്തിച്ചവർക്കും എല്ലാവർക്കും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇവിടെ വേദിയിൽ ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് സിനിച്ചേട്ടൻ വളരെ ലാസ്റ്റാണ് എനിക്ക് പടത്തിൽ ജോയിൻ ചെയ്യാൻ പറ്റിയത്. സിനിച്ചേട്ടനെ വിളിച്ച് ഈ ഒരു ബിനിഷേട്ടൻ്റെ വൈഫിൻ്റെ റോളാണ്, അതാണ് ഓടിയത് കേട്ടോ. ജിബൂട്ടിക്ക് ബിനിഷേട്ടൻ്റെ വൈഫിൻ്റെ റോൾ ചെയ്യാമെന്ന് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ആ ഒരു റോള് തന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അതിനോടൊപ്പം എല്ലാ തമാശ കഥാപാത്രങ്ങൾ എത്ര ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ്. എല്ലാവർക്കും നമസ്കാരം. ഭയങ്കര സന്തോഷം പ്രിയപ്പെട്ട ഒരുമിച്ച് കാണുക എന്ന് പറയുന്നത്. ഒരുപാട് അനുഭവിച്ചു. ഇപ്പോൾ സന്തോഷകരമായ കുറേ വാർത്തകൾ തിയേറ്റർ ഓപ്പണായി, സിനിമകൾ വീണ്ടും സജീവമായി. അതിലേക്ക് നിങ്ങളെപ്പോലുള്ള വലിയ കലാന്മാർക്ക് വളരെ സന്തോഷമാണ്. പിന്നെ ജിബൂട്ടിയിൽ ഞാനും ഒരു ഭാഗമാണ്. വളരെ സന്തോഷമുണ്ട്. കാരണം ഭാഗമായത് വെറുതെ അല്ല, ഡയറക്ടർ സിനു ഉപ്പുമുളകിൻ്റെ ഡയറക്ടറായിരുന്നു. ഞങ്ങളെ ആർട്ടിസ്റ്റുകളെ അറിഞ്ഞ് ചെയ്തിരുന്നൊരു ഡയറക്ടർ. പിന്നെ സ്ക്രിപ്റ്റ് റൈറ്റർ അഫ്സൽ കേരളപ്പള്ളി. അദ്ദേഹം പക്ഷേ ഒരു കഥയിലേപ്പോൾ ഞാൻ അറിയാം. ഞാൻ വേഷം ചാൻസ് ചോദിച്ചിട്ടുണ്ട്. ഞാൻ മാത്രമേ ഉള്ളൂ, ബാക്കിയൊരു ആവശ്യമുള്ളൂ സൂചിപ്പിക്കുന്ന പോലെ. അപ്പോൾ ഞാൻ ചോദിച്ചു എന്നെ മാത്രമേ മുക്കി നിങ്ങളുടെ പോകുന്ന കഥയിലൂടെ എന്നൊക്കെ പറയുമ്പോൾ ഇത് പറഞ്ഞിട്ട് ഒരു കഥയുണ്ട് എന്ന് പറഞ്ഞ് സാറിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ക്യാരക്ടർ. അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ അവിടെ ചെന്നു. പിന്നെ ക്യാരക്ടർ അദ്ദേഹത്തിൻ്റെ ചെറിയ വ്യതിയാനങ്ങൾ വരുത്തിയിട്ട് ഒരു 10 ദിവസത്തെ ഷൂട്ട് തരികയും പെട്ടെന്ന് തന്നെ പ്രദേശത്തിന് തിരിച്ചു വിളിച്ചു. ഇവിടെ ഉപ്പുമുളക് അഭിനയിക്കാനില്ല, ഈ സാധനം നിങ്ങൾക്ക് മേക്ക് അയക്കാൻ പറഞ്ഞു. ഞാൻ അവിടെ പിറ്റേഴ്സ് ലോക്കാവും. ഞാൻ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും. സത്യം പറഞ്ഞാൽ ഈ സിനിമ അധികീകരണത്തിൻ്റെ കഥയാണ്. പക്ഷേ ഈ സിനിമ ഷൂട്ടും അവസാനം അധികീകരണമായിട്ട് മാറി. എങ്ങനെയും തിരിച്ചു എത്തിയാൽ മതി നമ്മൾ കണ്ടിട്ടില്ല. പറഞ്ഞു വരുന്നത് പിന്നെ നമുക്കൊരു പുതിയ നായകൻ അമിത് ഒരുപാട് കഷ്ടപ്പെട്ടു. കണ്ടറിയാം നാട്ടിൽ ചെയ്യാനൊക്കെ കണ്ടാൽ ഒരുപാട് കഷ്ടപ്പെട്ട് വളരെ എന്ന് പറയാൻ മനസ്സ് തോന്നുന്നു. അവിടെ നിൽക്കുന്നതിന് അറിയാം ഓരോ ഡയലോഗ് വൈകിട്ട് പുള്ളി അതിനോട് എത്താൻ വേണ്ടി ഒരുപാട് പരിശ്രമിച്ച് പുള്ളി ചെയ്തതാണ്. ഒരു കൊച്ചു സിനിമയിലായിരുന്നു ആദ്യം തുടങ്ങുന്നത് എന്നാണ് തോന്നുന്നത്. പക്ഷേ ഇത് വലിയ സിനിമയായി അവസ്ഥ. വളരെ വിഷ്വലായിട്ടും സംഗീതപരമായിട്ടും എല്ലാവർക്കും നല്ലൊരു അനുഭവം തരുന്ന ഒരു സിനിമ ആവുന്നു യാതൊരു സംശയവുമില്ല. അപ്പോൾ എല്ലാവരും പിന്നെ അഞ്ജലിയെ പറ്റി പറയുകയാണെങ്കിൽ അഞ്ജലി ഞാനിവിടെ ഒരുപാട് പരസ്യം ചെയ്തിട്ടുണ്ട്. പക്ഷെ എൻ്റെ ഈ ഇടയ്ക്ക് രജികാന്തിൻ്റെ സിനിമയിൽ കാണുന്നു ലോകനായിട്ട് അമ്മയായിട്ട് അഭിനയിച്ച് കഴിഞ്ഞു. അടുത്ത രജികാന്തിൻ്റെ അമ്മ ഇത് കൈയടിക്കാത്ത രജികാന്തിൻ്റെ അമ്മയുടെ ആഗ്രഹം സത്യം പറഞ്ഞാൽ സന്തോഷമാണ് ഈ ന്യൂസിലൂടെ വരാനും ഈ സിനിമയുടെ ഭാഗമാകാനും. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് തിയേറ്ററിൽ പോയി കാണുക, ഈ സിനിമയെ ജയിപ്പിക്കുക. ഓക്കെ.
വീട്ടിൽ പോയി കാണോ? നമുക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. ഓക്കെ.